ഹായ് ഡിയേഴ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫൊന്നുമല്ല, ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതെടുക്കാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ഈസ്റ്റർ ഡേ ആണ്. അപ്പോൾ ഈസ്റ്റർ ഡേക്ക് വയ്ക്കാനായിട്ട് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് വ്ളോഗ് എടുക്കണമെന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇന്ന് വ്ളോഗ് എടുത്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഇന്ന് വീട്ടിലാരും തന്നെ ഇല്ല, എല്ലാവർക്കും ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഉച്ചത്തേക്ക് കഴിക്കാൻ ആരില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ വെച്ചാൽ മതി. എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, കാരണം നല്ല കോൾഡും ചുമയും ഒക്കെയാണ് രാത്രിയാകുമ്പോൾ. ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂട് ഉള്ള സമയമാണ്, അതുപോലെ തന്നെ വൈകിട്ടാകുമ്പോൾ ഇച്ചിരി മഴയൊക്കെ പെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടും തണുപ്പും ക്ലൈമറ്റ് പെട്ടെന്ന് മാറി മാറി വരുമ്പോൾ പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നുണ്ട്. ഞാനിനി ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നോക്കിയപ്പോൾ 2 തണ്ടയിലുണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് ഒരു തണ്ട് ഞാൻ എടുത്തു. പിന്നെ ഇനി ചട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ കടുക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ സവാള ഒന്ന് റെഡിയായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും മുളകും കൂടിയിട്ട് ഒന്ന് പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മെഷീനിൽ തുണി റെഡിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് പോയിട്ടോ. അങ്ങനെ അയൽ തുണിയെല്ലാം വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് വന്നപ്പം ഒന്ന് ചെറുതായിട്ട് ഉള്ളി കരിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അതിനാവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള മസാല ആഡ് ചെയ്താൽ മതി. ഇപ്പം ഞാനിടുന്ന ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി കപ്പയും കൂടി റെഡിയാക്കണം. അപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള കപ്പയാണ് കേട്ടോ. അത് അമ്മ എടുത്തുകൊണ്ട് വച്ചേക്കുവാണ് ഇങ്ങനെ. അപ്പോൾ അത് അതേപടി ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിൽ നിന്ന് കുറച്ച് കപ്പ എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി അതുകൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ കപ്പയൊക്കെ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പയും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കപ്പ ഇട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇനി വേവിക്കാൻ പോകണം കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്ക് ഒറ്റ വിസിലിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അത് വെന്തതിന് ശേഷം വെള്ളം ഊറ്റിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ചിക്കനും കപ്പയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ വെക്കുന്നത് റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.